രക്ഷണത്തിൽ വന്നാൽ ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഈ ഒരു ചോദ്യം പലയിടങ്ങളിലും കേൾക്കുന്നുണ്ട്. പല ജില്ലാ ഗ്രൂപ്പിലും പഞ്ചായത്ത് ഗ്രൂപ്പിലും പല അഡ്മിന്മാരും നമ്മളോട് ഈ വിഷയം ഉണർത്തിയിട്ടുണ്ട്. ആ വിഷയം എങ്ങനെ സംസാരിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മുടെ അതാത് സമയങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് രക്ഷണത്തിൽ വന്നാൽ കിട്ടാൻ പോകുന്നത്? നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് കിട്ടുന്നത്? എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം, നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് കിട്ടുന്നത്? നോക്കൂ, നമ്മുടെ ജീവിതത്തില് പല ഹൈന്ദവ ഭവനങ്ങളിലും ഭാര്യയും ഭർത്താവും തന്നെ സംസാരിച്ചിട്ട് കാലങ്ങൾ കുറേതുണ്ട്. അറിയോ നിങ്ങൾ? അതായത് സംസാരിക്കുന്നുണ്ട്, വിഷയങ്ങളെ കാര്യങ്ങൾ അത് ഇത് സംസാരിക്കുന്നതല്ലാതെ ഒരു മനസ്സ് തുറന്നൊരു സ്നേഹസല്ലാപം നടത്തിയിട്ട് അവരോടൊരു സ്നേഹമായിട്ട് പെരുമാറിയിട്ടൊക്കെ കുറെ കാലമായിട്ടുള്ള കുടുംബങ്ങളുണ്ട്. അതിന്റെ കാരണം ബാധ്യതയാണ്, അവരുണ്ടാക്കി വെച്ചുള്ള കടബാധ്യതകളാണ്. അവർക്ക് മനസ്സ് തുറന്നൊന്ന് ചിരിക്കാനോ അവരോട് ഒരു സല്ലപിക്കാൻ പോലും, സ്വന്തം മക്കളോട് ഒരു സ്നേഹത്തോടെ എന്താ പറയാ രണ്ടു വാക്ക് സംസാരിക്കാൻ, തമാശയിലൂടെ രണ്ടു വാക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരുപാട് ആളുകൾ ഇന്ന് കേരളത്തിലുണ്ട്, ഹൈന്ദവ ഭവനങ്ങളിൽ മാത്രം. മറ്റുള്ളവരുടെ ജീവിതം കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട് അവരൊക്കെ ഭയങ്കര സന്തോഷത്തോടെ ജീവിക്കുന്നു, ലൈഫ് അടിപൊളിയാക്കുന്നു, നൈറ്റ് ലൈഫാണ്, അടിപൊളിയാണ്. അതൊക്കെ നമ്മൾ കാണുന്നതാണ്, കേൾക്കുന്നതാണ്. പക്ഷെ നമ്മുടെ കുടുംബങ്ങളിൽ മാത്രം അത് കാണുന്നില്ല. ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫാമിലിയൊക്കെ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നുണ്ടെങ്കിൽ പോലും ശരാശരി ലെവലിലുള്ള ആളുകളൊന്നും സത്യം പറഞ്ഞ കുടുംബത്തില് അവർക്ക് സമാധാനമായിട്ട് ഒരു ദിവസം ഉറങ്ങാൻ പോലും പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം മകളെ കെട്ടിച്ച കടത്തിന്റെ ബാധ്യത ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ജീവിതത്തിൽ മെച്ചപ്പെടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി എടുത്ത കടങ്ങളായിരിക്കാം. ചുരുക്കി പറഞ്ഞ ജീവിതം മെച്ചപ്പെടുത്തണം എന്ന് വിചാരിച്ചുകൊണ്ട് എന്ത് ചെയ്താലും അത് നഷ്ടത്തിലോട്ട് എത്തിക്കും. അവസാനം പണനഷ്ടവും അവരുടെ സമാധാന നഷ്ടവും സന്തോഷപൂർണമായിട്ടുള്ള ആ ജീവിതവും എല്ലാം നഷ്ടപ്പെട്ട കുടുംബങ്ങളാണ് ഹൈന്ദവ കുടുംബങ്ങൾ. എനിക്കറിയാവുന്ന ഒരുവിധം കുടുംബങ്ങളൊക്കെ അങ്ങനെയാണ്. പുറത്തോട്ട് അവർ ചിരിച്ചു കാണിക്കുന്നുണ്ട്, ഒരു മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങൾ സന്തോഷന്മാരാണെന്ന് അറിയിക്കുന്നുണ്ടെങ്കിൽ പോലും ആ വീടിന്റെ ഉള്ളിൽ അവിടെ അത്രത്തോളം വലിയൊരു സന്തോഷമൊന്നും കാണുന്നില്ല. അപ്പൊ രക്ഷണത്തിൽ വന്നാൽ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത് വെച്ചാൽ സന്തോഷം തന്നെയാണ് കിട്ടാൻ പോകുന്നത്. ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ കയ്യിലോ കാലിലോ ഉള്ള വിരലുകൾ എണ്ണിക്കഴിഞ്ഞാൽ തീരാവുന്ന ആളുകളുള്ളൂ, അത്രയേ ഉള്ളൂ. രക്ഷണ കുടുംബത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് ആളുകളുണ്ടാവും. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ഒരുപാട് ആളുകളുണ്ടാവും. നിങ്ങളിൽ നിന്ന് ഒരു മുതലെടുപ്പ് പോലും പ്രതീക്ഷിക്കാതെ നിങ്ങളെ സ്നേഹിക്കാൻ ലക്ഷക്കണക്കിന് ആളുകളുണ്ടാവും. നിങ്ങളൊന്ന് വീഴുമെന്ന് തോന്നുമ്പോൾ നിങ്ങളെ താങ്ങി നിർത്താൻ ഒരുപാട് ആങ്ങളന്മാരും അച്ഛന്മാരും ഏട്ടന്മാരും അനിയന്മാരും അനിയത്തിമാരും ചേച്ചിമാരും അമ്മമാരും, ഇങ്ങനെ വലിയൊരു കുടുംബം നിങ്ങൾക്കുണ്ടാവും. അതാണ് നിങ്ങൾക്ക് രക്ഷണത്തിൽ വന്നാൽ കിട്ടാവുന്നത്. അതല്ലേ നിങ്ങൾക്ക് കിട്ടേണ്ടത്? നിങ്ങൾക്ക് ഇല്ലാതായി പോയതും ആ സന്തോഷമല്ലേ, ആ കുടുംബമല്ലേ, ആ കൂട്ടായ്മയല്ലേ? അതാണ് രക്ഷണത്തിൽ വന്നാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നിങ്ങൾക്ക് ധൈര്യത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കും. എനിക്ക് എന്തെങ്കിലും അബദ്ധത്തിൽ സംഭവിച്ചാൽ പോലും എന്റെ മക്കൾ ഒരിക്കലും പട്ടിണിയാവില്ല, എന്റെ മക്കൾക്ക് വിദ്യാഭ്യാസം മുടങ്ങില്ല, എന്റെ മക്കൾക്ക് ചികിത്സ മുടങ്ങില്ല, അതിനെനിക്കൊരു കുടുംബം ഇവിടെയുണ്ട് എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് അതേത് തന്നെയാവട്ടെ, അത് സെയിൽ ചെയ്യാനുള്ള ഒരു ഇടം ഇവിടെ ഉണ്ടാവും. നിങ്ങളുടെ ജോലി അതേതുമാകട്ടെ, ആ ജോലിക്ക് അതിനുള്ളൊരു സ്കോപ്പ് നമുക്കിടയിൽ ഉണ്ടാവും. ഇങ്ങനെ എല്ലാ വിഭാഗത്തിലും, നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടും ജീവിത സംബന്ധമായിട്ടും ഇങ്ങനെ എല്ലാ വിഭാഗത്തിലും നിങ്ങൾക്ക് കൂട്ടായിട്ട് ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാവും. നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അവിടെ വന്ന് പ്രശ്നം തീർക്കാൻ വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ മദ്യം പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്കൊരു പ്രശ്നം, ഒരു രൂക്ഷ പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന്റെ ഇടയിലോട്ട് ഇറങ്ങി വരാനായിട്ട് ഒരുപാട് ആളുകൾ രക്ഷണത്തിലുണ്ടാവും. അത് മാത്രമാണ് നിങ്ങൾക്ക് ഞങ്ങൾ തരുന്ന ഒരു ഓഫർ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. പക്ഷെ ഒന്നും നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്കിപ്പോൾ എന്താണുള്ളത്? ഒന്നുമില്ല. നിങ്ങൾ ജോലി ചെയ്യുന്നു, കുടുംബം നോക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിലപ്പുറമാണെങ്കിൽ നിങ്ങൾ നിസ്സഹായരായിട്ട് നോക്കി നിൽക്കുന്നു. പക്ഷെ രക്ഷണ കുടുംബത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിന് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്കൊരു നിസ്സഹായാവസ്ഥ ഉണ്ടാവില്ല. പകരം നിങ്ങളെ
കൈപിടിച്ചുയർത്താൻ ഒരുപാട് കുടുംബങ്ങൾ ഇപ്പുറത്തുണ്ടാവും. അതാണ് രക്ഷണം. രക്ഷണം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മാത്രമാണ്. നമ്മളെല്ലാം ഒരമ്മ പെറ്റ മക്കളാണ്. ഇവിടെ നമുക്കിടയിൽ ഒന്നും തന്നെ തടസ്സമല്ല. നമ്മളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക, നമ്മൾ പരസ്പരം സ്നേഹിക്കുക. നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ നമ്മൾ ചിലപ്പോൾ നല്ല വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. തൊട്ടടുത്ത വീട്ടിൽ ചിലപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ചിലപ്പോൾ 2 ദിവസമായിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു ദിവസം ഒരു നേരമൊക്കെ ഭക്ഷണം കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ആളുകളായിരിക്കാം. അവരുടെ ഇടയിലോട്ടൊക്കെ ചെല്ലുക, അവരുടെ പൂമുഖത്ത് കയറിയിരിക്കുക, അവരോട് സുഖവിവരങ്ങൾ അന്വേഷിക്കുക, എന്താണെന്ന് ഭക്ഷണം വെച്ചിട്ടുള്ള ചോദിക്കുക, നമ്മളുണ്ടാക്കുന്നതിന്റെ ഒരു പങ്ക് കൊണ്ടു കൊടുക്കുക. അതൊക്കെ ഒരു ഭയങ്കര സന്തോഷം നിറഞ്ഞ കാര്യമല്ലേ. അതൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പൊ അതൊക്കെ നഷ്ടമായി. ഇപ്പൊ നിങ്ങൾ തൊട്ടപ്പുറത്തിരിക്കുന്ന വീട്ടുകാരനെ പോലും നിങ്ങൾ സംസാരിക്കുന്നില്ല. പകരം നിങ്ങൾ വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുന്നുണ്ട്, കഴിച്ചോ, ഉണ്ടോ. പക്ഷെ നേരിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ ഒന്നും സംസാരിക്കാനില്ല. അതെല്ലാം മാറണം. നമ്മൾ ഇവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ കയറി ചെന്ന് അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് എന്തിനും ഏതിനും അവർക്കൊരു ധൈര്യം പകർന്നുകൊണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതൊരു വലിയ കുടുംബമാണ്. പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെ നിന്ന് കണ്ടാലും ശരി, ഞാൻ രക്ഷണം കുടുംബത്തിലുണ്ട്, നിങ്ങൾ രക്ഷണ ഒരു ഹഗ് ചെയ്യുന്നു, കെട്ടിപ്പിടിക്കുന്നു, കൈ കൊടുക്കുന്നു. നമുക്ക് ഇതൊക്കെ ഭയങ്കര സുന്ദരമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ്. ഇതിനെ നമ്മൾ വെറും ഒരു ചാരിറ്റി പ്രവർത്തനമായിട്ട് കൂട്ടിക്കെട്ടണ്ട. അത് നമ്മളുടെ തുടക്കത്തിൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്. അതിലൂടെ നമ്മൾ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിലുപരി മനുഷ്യ സ്നേഹത്തിനാണ് നമ്മൾ വില കൊടുക്കുന്നത്. ജാതിയില്ലാത്ത, രാഷ്ട്രീയമില്ലാത്തൊരു സമൂഹത്തെ സൃഷ്ടിക്കുക. അതിലൂടെ നമ്മുടെ എല്ലാവരുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തിയെടുക്കുക പല രീതിയിൽ. അത് ഇത്രയും വലിയ കുടുംബങ്ങൾ കൂടുമ്പോൾ പല ആളുകളുടെയും പ്രശ്നങ്ങൾ തീർക്കാനും പല ആളുകൾക്ക് ജീവിതമാർഗം ഉണ്ടാക്കി കൊടുക്കാനൊക്കെ നമുക്ക് ഈസിയായിട്ട് സാധിക്കും. വരിക രക്ഷണത്തിലോട്ട്.